പൊറാട്ടയും ബീഫും സൂപ്പറാണ്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും കളി കഴിഞ്ഞ് വന്നാൽ ഒരു 10-12 ആൾക്കാരുണ്ടാവും. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതേമാതിരി പൊറാട്ടയും ബീഫ് അടിക്കുക. ചില 2-3 നാളൊക്കെ കഴിക്കും. ഗ്രേവി സാധാരണ നമുക്കിപ്പോൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ സാധാ കാലിക്കറി, ബീഫ് സെപ്പറേറ്റും സാധാ കാലിക്കറിയാണ് തരല്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഗ്രേവിക്കൊരു കുറവില്ല. ഗ്രേവിക്ക് ആ ബീഫിൽ നിന്നുണ്ടാക്കി അതേ ഗ്രേവി ആയിട്ട് തരുന്നുണ്ട്. പൊറാട്ടക്കും ബീഫിനും വേണ്ടി മാത്രം കളി വെക്കുന്നുണ്ട്. രണ്ടാമത്തെ കളി കളിക്കുന്നത് പൊറാട്ടക്കും ബീഫിനും വേണ്ടിയിട്ടാണ്. 3-4 കൊല്ലമായിട്ട് ഇവിടെ എല്ലാവരും അഡിക്റ്റാണ്. സത്യം പറഞ്ഞാൽ വില കുറവാണ്. വില നോർമലേ ഉള്ളൂ, നോർമലും ഇല്ല, നല്ല കുറവാണ്. പൊറാട്ട ബീഫിൽ മുക്കിയിട്ടാണ് കഴിക്കുക. അത്രയ്ക്ക് കറിയുണ്ട്. സംഭവം ക്വാണ്ടിറ്റി എല്ലാം കൂടി ഉഷാറാണ്. തങ്ങളുടെ കടയിൽ പോകാന്നുള്ളത് പറയല്. പൊറോട്ടയും ബീഫും കഴിക്കാനാണ് ഇന്നത്തെ ഉദ്ദേശം. പക്ഷെ നടക്കുമെന്നറിയില്ല, അജാതി തിരക്കാണ്. വന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച ഗ്രേവിക്കുള്ള പിടിയും വലിയാണ്. ഇത് എങ്ങനെ സഹിക്കാം? വിറകടുപ്പിൽ ചുട്ടെടുത്ത് നല്ല അടിച്ച് നല്ല ആവി വരുന്ന പൊറോട്ടയും അടുപ്പത്ത് തിളച്ചു മറിയുന്ന ചെമ്പിൽ നിന്നും കോരിയെടുക്കുന്ന നല്ല കിടിലൻ ബീഫും. ചങ്ങായിമാരെ, ഇങ്ങനത്തെ ഗ്രേവി കൊടുത്താൽ ആരെങ്കിലും പറയോ വേണ്ടാന്ന്? പൊറോട്ട എടുത്തിട്ട് തലങ്ങും വിലങ്ങും കയറി ചൂടുള്ള ഗ്രേവിയും ബീഫും ഒറ്റ മറിക്കല്. ആദ്യം ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ. ബീഫിനെയും ഗ്രേവിനെയും കുറിച്ച് അവർ പറഞ്ഞത് വളരെ സത്യട്ടോ. ഗ്രേവി കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുന്ന് ഇഷ്ടം പോലെ കൊടുക്കേണ്ടവര്. തിരുവനന്തപുരത്തുള്ളവർ പറയുന്ന പോലെ അന്യായമാമ അന്യായം. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാട് മൈലാമ്പാടത്ത് തങ്ങൾക്കാന്റെ കട.